നമസ്കാരം, ഞാൻ ഡോക്ടർ സതീഷ് ഭട്ട്. നമ്മുടെ ഈ ചാനൽ ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇതിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി ചെയ്തില്ലെങ്കിൽ അതും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഐക്കൺ അമർത്തുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നു. ആ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അമർത്താൻ ദയവായി ശ്രദ്ധിക്കുക. നമസ്കാരം. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നവജാത ശിശു മുതൽ ഒരു കുഞ്ഞ്, പിന്നെ ഒരു കുട്ടി, പിന്നെ യുവാവ് അല്ലെങ്കിൽ യുവതി എന്ന് വേണ്ട മുതിർന്നവർ പോലും കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചു വന്ന, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷികമെന്ന് വിശ്വസിക്കുന്ന ഒരു വസ്തുവാണ് പാല്. മനുഷ്യ ഇതിഹാസത്തിൽ, ചരിത്രത്തിൽ ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ പ്രാധാന്യത്തോടെ വിവരിക്കപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പാലിൻ്റെ അത്രയും, പാലും പാലുൽപ്പന്നങ്ങളും. ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കട്ടെ, പാലും പ്രമേഹവും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷമായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്, അന്ന് ചെയ്ത ഒരു വീഡിയോയ്ക്ക് വളരെ മികച്ച പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. അതായത് നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ പാലിനെയും പാലുൽപ്പന്നങ്ങളെയും കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവുകോലായിട്ട് ഞാൻ അതിനെ കാണുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പാലിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എന്തൊക്കെ ശരിയാണ്, ഏതൊക്കെ മിഥ്യാധാരണകൾ നമുക്ക് പാലിനെക്കുറിച്ചും പാലിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നമുക്കുണ്ട് എന്നുള്ളതാണ്. പാലിൻ്റെ ഘടനയെക്കുറിച്ച് ഞാനിതിൽ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെ എളുപ്പത്തിൽ വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം അറിയേണ്ടത് പ്രമേഹ രോഗികൾ പാല് കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് വിശദമായി ഈ പറഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് പാലും പ്രമേഹവും എന്നുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും വളരെ സംക്ഷിപ്തമായി പറയാം. പ്രമേഹ രോഗികൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാം. ഇവ കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രമേഹം നേരിട്ട് ഭേദമാവുകയോ മോശമാവുകയോ ചെയ്യുകയില്ല എന്നാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിലർക്ക് പാല് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പാല് ദഹിക്കാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നതായിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പാല് കുടിക്കാമെന്ന് പറഞ്ഞല്ലോ, എന്നാൽ എത്ര കുടിക്കാം? അത് ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ലഭ്യതയും അതിനൊക്കെ അനുസരിച്ചിരിക്കും. അത് നമുക്ക് എല്ലാം ഒറ്റ അളവിൽ അങ്ങനെ പറയാൻ സാധ്യമല്ല. അതിനാൽ അത് അവരവർ തീരുമാനിക്കണം. എന്നാൽ പൊതുവെ കുട്ടികൾക്കാണ് പാല് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഗർഭിണികൾക്ക്, അല്ലെങ്കിൽ വളരുന്ന പ്രായത്തിലുള്ള കുട്ടികളിൽ, യൗവനം വരെ, പിന്നെ മുതിർന്നവർക്ക് പൊതുവെ പാലിൻ്റെ ആവശ്യം കുറഞ്ഞ് കാണാറാണ് പതിവ്. അല്ലെങ്കിൽ പാലിൻ്റെ ആവശ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാവുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണപ്പെടാറ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാന ചോദ്യത്തിലേക്ക് വരാം. എന്താണ് പാല്? പാലെന്ന് പറയുന്നത് സസ്തനികൾ അവർ സ്തനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വേർപ്പ് ഗ്രന്ഥികളുടെ അതേ പ്രവർത്തനമുള്ള ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകമാണെന്ന് വേണം പാലിനെ വിശേഷിപ്പിക്കാൻ. അപ്പോൾ പാല് വെറും ഒരു ഫ്ലൂയിഡ്, ഒരു ദ്രാവകമാണ്, ശരീരത്തിൻ്റെ ഒരു സെക്രീഷനാണ്, വേർപ്പ് പോലെയുള്ള ഒരു സെക്രീഷൻ. അപ്പോൾ മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ അപ്പോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്ന സ്തനങ്ങൾ, ബ്രസ്റ്റ്സ് എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ദ്രാവകമാണ്. ഈ ദ്രാവകം എന്തിനാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? കുഞ്ഞുങ്ങൾക്ക്, അതായത് ആ മൃഗത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരമായിട്ട് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് പശുവിനെയും അല്ലെങ്കിൽ ഒട്ടകത്തിനെയും അല്ലെങ്കിൽ എരുമയെയൊക്കെ ഇങ്ങനെ കറന്നെടുത്ത് കുടിക്കാനുള്ളതല്ല. അത് അതിൻ്റെ ആ മൃഗത്തിൻ്റെ കുഞ്ഞിന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. മനുഷ്യൻ മാത്രമേ ഉള്ളൂ വേറൊരു മൃഗത്തിൻ്റെ പാലെടുത്ത് കുടിക്കുന്ന ഒരു സ്വഭാവക്കാരൻ. മനുഷ്യൻ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അമ്മയുടെ മുലപ്പാലാണ് നമ്മളെല്ലാവരും കുടിച്ച് വളരുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പശുവിൻ്റെയോ എരുമയുടെയോ ഒട്ടകത്തിൻ്റെയോ കുതിരയുടെയോ കഴുതയുടെയോ ഒക്കെ പാല് കുടിക്കുന്ന വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും നമ്മുടെ
നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പശുവിൻ പാലും പിന്നെ എരുമപ്പാലുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പശുവിൻ പാലിൻ്റെ അതിനെക്കുറിച്ചുള്ള അടുത്ത ചോദ്യം അതിൻ്റെ pH, അതായത് അസിഡിറ്റി ഉള്ളവർക്ക് അത് കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പലരും ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ പാല് കുടിച്ചാൽ അത് മാറും, കാരണം പാല് ഈ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും എന്നൊക്കെയാണ് പലരും ധരിക്കുന്നത്. അവിടെ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. കാരണം പാലിൻ്റെ pH എന്ന് പറയുമ്പോൾ ആസിഡിക് ആണോ ആൽക്കലൈൻ ആണോ, അതായത് അമ്ലമാണോ അതോ ക്ഷാരമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അളവാണ് ഈ pH എന്ന് പറയുന്നത്. പാലിൻ്റെ pH എത്രയാണെന്ന് അറിയാമോ? പാലിൻ്റെ pH അസിഡിക് ആണ്, ഒരു മൈൽഡ്ലി അസിഡിക് എന്ന് വേണമെങ്കിൽ പറയാം. 6.7 ആണ് ശരാശരി പശുവിൻ പാലിൻ്റെ pH. ഈ pH മിക്കവാറും നമ്മൾ നിത്യോപയോഗത്തിൽ ഉപയോഗിക്കുന്ന മിക്കവാറും പാലുകളുടെയൊക്കെ pH ഈ പറയുന്ന 6.7 ആണ്. അപ്പോൾ 7 ആണ് ന്യൂട്രൽ pH. അതിൻ്റെ താഴെയുള്ളതൊക്കെ അസിഡിക്കും അതിൻ്റെ മുകളിലുള്ളതൊക്കെ ആൽക്കലൈൻ, അതറിയാമല്ലോ. അപ്പോൾ 6.7 എന്ന് പറയുമ്പോൾ മൈൽഡ്ലി അസിഡിക് എന്ന് പറയും. അപ്പോൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും പാലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ പാല് ദഹിപ്പിക്കാൻ കഴിവുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഏത് വിഭാഗത്തിലെ ആൾക്കാരാണ്? ഇനി ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക. ബിക്കോസ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. മുതിർന്നവർക്ക് ആർക്കും പാല് ദഹിപ്പിക്കാനുള്ള ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ശരീരത്തിലില്ല എന്നും അതിനാൽ ഇവരാരും പാല് കുടിക്കാൻ പാടില്ല എന്നും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. തെറ്റാണത്. ലാക്ടേസ് എന്നുള്ളത് മനുഷ്യ പരിണാമം നമ്മൾ ഒന്നൊന്ന് വീക്ഷിച്ചാൽ അല്ലെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം അറിയാൻ പറ്റും. 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് ലാക്ടേസ് ഉണ്ടായിരുന്നില്ല. അതായത് മനുഷ്യന് പാല് ദഹിപ്പിക്കാനുള്ള ആ ഒരു എൻസൈം ഉണ്ടായിരുന്നില്ല. ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗറാണ് പാലിൻ്റെ ഒരു പ്രധാന ഘടകം അല്ലേ? അതറിയാലോ. ഈ ലാക്ടോസ് ഷുഗറിനെ വിഭജിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു എൻസൈമാണ് ഈ ലാക്ടേസ് എന്ന് പറയുന്നത്. പണ്ട് മനുഷ്യന് ഇത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മ്യൂട്ടേഷൻ, ഒരു സുപ്രഭാതത്തിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി, നമ്മുടെ ജീൻസിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ലാക്ടേസ് എന്ന് പറയുന്ന ഈ എൻസൈം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടായത്. ഈ ലാക്ടേസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പാല് ദഹിപ്പിക്കാൻ സാധിക്കുന്നത്. ഈ ലാക്ടേസ് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ പാല് ദഹിപ്പിക്കാൻ പറ്റില്ല. അവർക്കാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന പാലിൽ അടങ്ങിയിട്ടുള്ള സ്വാഭാവികമായ ഷുഗർ ദഹിപ്പിക്കാൻ ഈ വിഭാഗത്തിന് കഴിവില്ല. അവർ പാല് കുടിക്കുമ്പോൾ അവർക്ക് ഗ്യാസ്, പിന്നെ വയറിങ്ങനെ വീർത്ത് വരുന്നതായി, കമ്പിച്ച് വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തികട്ടുന്നതായിട്ടൊക്കെ തോന്നും. പിന്നെ ചിലപ്പോൾ ഡയറിയ, വയറിളകിപ്പോവും. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാറുണ്ട്. അത്തരത്തിലുള്ളവർ പാല് ഒഴിവാക്കണം. എന്നാൽ ലാക്ടോസ് വളരെ കുറവുള്ള, താരതമ്യേന കുറവുള്ള പാലുൽപ്പന്നങ്ങളായ തൈര്, മോര് എന്നിവ അവർ കുടിച്ചുകൊണ്ട് കുഴപ്പമൊന്നും വരാറില്ല. വെണ്ണ, നെയ്യ് അതൊക്കെ അവർക്ക് കഴിക്കാം, ഒരു പ്രശ്നം വരാറില്ല. പാലിൽ അടങ്ങിയിട്ടുള്ള ഈ ലാക്ടോസ് മാത്രം അവർക്ക് കുഴപ്പമുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് ഒന്നൊന്ന് റിമൈൻഡ് അടിച്ച് കേൾക്കാൻ സാധിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം ഇതൊരു വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഇനി അടുത്തതിലേക്ക് പോവാം. പാലിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് ചിലർക്കുള്ള സംശയം, പാല് കുടിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്നാണ്. പാല് കുടിച്ചുകൊണ്ട് സാധാരണ മനുഷ്യർ കുടിക്കുന്ന അളവിൽ കുടിച്ചാലൊന്നും കൊളസ്ട്രോൾ കൂടാൻ പോകുന്നില്ല. ആ ഒരു ധാരണ തെറ്റാണ്. പിന്നെ തൈര് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ, മോര് കുടിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നൊക്കെ ഉള്ളത്, ഇത് കഴിച്ചാലോ കുടിച്ചാലോ ഒന്നും അങ്ങനെ കൊളസ്ട്രോൾ കൂടുന്നതല്ല, ദയവായി ശ്രദ്ധിക്കുക. എന്നാൽ വെണ്ണ പോലെയുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ചില പദാർത്ഥങ്ങൾ ചില പ്രത്യേക തരത്തിലുള്ള വ്യക്തികൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വളരെ കുറച്ച് കഴിക്കുന്നതാണ് നല്ലത്. അത് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പൊതുവേ പാലുൽപ്പന്നങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും വരാറില്ല. അത് നല്ല ശുദ്ധ പശുവിൻ പാലാണെങ്കിൽ, ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പശുവിൻ പാലും എരുമപ്പാലും ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ രാജ്യത്താണോ ഏറ്റവും കൂടുതൽ പാൽ ഉപയോഗം നടക്കുന്നത്? അതെ, ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ പാലിൻ്റെ ഉപഭോഗം, പാലിൻ്റെ ഉൽപ്പാദനം അതെ, പിന്നെ ഉപഭോഗം അതെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഈ രാജ്യത്താണ്. എന്നാൽ ആളോഹരി ഉപഭോഗം താരതമ്യേന കുറവാണ്. ഒരു ശരാശരി അമേരിക്കക്കാരനെ അപേക്ഷിച്ച് നമുക്ക് 3/1 അല്ലെങ്കിൽ 4/1 ആളോഹരി ഉപഭോഗമുള്ളൂ. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ താല്പര്യമില്ലായിരിക്കും, എന്നാലും ഞാൻ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി
ഏറ്റവും അറിയേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, ഈ പശുവിൻ പാല് കുടിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേറെ തരത്തിലുള്ള പാലുകൾ കുടിക്കാവൂ എന്നാണ്. ഇപ്പോൾ സോയ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇറങ്ങുന്നുണ്ടല്ലോ. അതൊക്കെ ഈ സോയ് മിൽക്ക് എന്നൊക്കെ പറയുന്നത് പശുവിൻ പാലുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. പശുവിൻ പാൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ആനിമൽ പ്രോഡക്റ്റ്. സോയ് മിൽക്ക് എന്ന് പറയുന്ന ആനിമൽ പ്രോഡക്റ്റ് അല്ല എന്ന് മാത്രമല്ല, ഇറ്റ്സ് എ പ്ലാന്റ് ബേസ്ഡ് എക്സ്ട്രാക്റ്റ് ആണത്. യഥാർത്ഥത്തിൽ പാലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ റബ്ബർ പാലും തേങ്ങാപ്പാലും ഒക്കെ പാലാണെന്ന് കണക്കാക്കേണ്ടി വരും, ഇല്ലേ? അതല്ല, പാലെന്ന് പറയുന്നത് ഈ സസ്തനികൾ അവയുടെ സ്ഥലങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, അവരെ കുഞ്ഞുങ്ങളുടെ പോഷക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകമാണ്. അത് ഓർമ്മ വയ്ക്കുക. അതിനാൽ മറ്റുള്ള പാലുകളൊന്നും ഈ വിഭാഗത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങളിവിടെ എല്ലാവരും കൂടി ഒരു അപേക്ഷയും കൂടി, അതായത് ഇപ്പോൾ കുറേ കണക്കുകൾ പറഞ്ഞല്ലോ, ഒരു കണക്കും കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഈ ചാനൽ കാണുന്ന 10 പേരിൽ 7 പേരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഏതാണ്ട് 70% പേരാണ് അൺസബ്സ്ക്രൈബ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്. നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ അപേക്ഷിക്കുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു ചിലവില്ലാത്ത ഏർപ്പാടാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺസിന് വേണ്ടി ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അത് അമർത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.